ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് വീണ വാക്കുകളാണ്. ഞാനൊരു വേശ്യ, എന്നെ എന്തിനു കൊള്ളാം. പൊട്ടിക്കരഞ്ഞ് അവരേറ്റു പറഞ്ഞ ഒരു കാര്യം, അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ് ഞാനൊരു വേശ്യ, എന്നെ എന്തിനു കൊള്ളാം. ഇനി അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില തിക്താനുഭവങ്ങളും അതുമൂലം അവരുടെ സ്വഭാവത്തിൽ വന്ന ചില വൈകല്യങ്ങളും വളരെ വ്യക്തമായിരുന്നു. അവർ പറഞ്ഞത് രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഒന്നാമത്തേത്, ഒരു ടീനേജറായിരുന്ന കാലത്ത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലെങ്ങാണ്ട് നിന്നപ്പോഴാണ് ഒരു ചെറുക്കം ഓടി വന്നിട്ട് ആളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അത്രേ ആകെപ്പാടെ സംഭവിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം വേറൊരാളോട് പറയാനോ അല്ലെങ്കിൽ ഇതുമൂലം അവള് ഒരു വേശ്യയായി മാറി എന്നുള്ള ആ ഒരു ചിന്തയാണ് അവളെ ആ ഒരു സംഭവത്തോടു കൂടി ഭരിച്ചുകൊണ്ടിരുന്നത്. അതേതാണ്ടൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് വന്ന ഒരു കാലം, ഇവിടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ചേച്ചിയെ കെട്ടിച്ചു വിട്ട ആ വീട്ടിൽ ഇങ്ങനെ സന്ദർശിക്കാൻ പോയതാണ്. ഞാൻ അവിടെ ഏതാനും ദിവസങ്ങളുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ചേച്ചിയുടെ ഭർത്താവിൽ നിന്നും ഒരു ദുരനുഭവം ഇവർക്കുണ്ടായി. ഇതിനങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് ചിന്തിക്കാനോ ഒന്നും കഴിവില്ലായിരുന്നുകൊണ്ട് വിളിക്കുമ്പം ഓടിച്ചെല്ലും. ഇനി അങ്ങനെ പിന്നെ നിർബന്ധത്തിന് വഴങ്ങി ചില അരുതാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അത് അവളുടെ മനസ്സിനെ വല്ലാണ്ട് മുറിപ്പെടുത്തി. ആദ്യത്തെ മുറിവ് അങ്ങ് പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ. ഇതെല്ലാം കഴിഞ്ഞതും ആരോടും പറയാനുള്ളൊരു ധൈര്യമോ ശക്തിയോ ഇവർക്കില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവൾക്ക് കല്യാണപ്രായമൊക്കെ അടുത്ത് വന്നപ്പോൾ അപ്പം ചോദിച്ചു, കെട്ടണം കെട്ടിയേക്കാം. ഞാൻ അങ്ങനെ ഒരു വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞിട്ടും ഇവളുടെ ഈ സ്വഭാവ രീതി കണ്ടിട്ട് ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ ഭർത്താവ് വിചാരിച്ചതാണ്. ഒരു ദിവസം പുള്ളിക്കാരത്തിയോട് ചോദിച്ചു, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? എന്തുകൊണ്ടാണ് നീ ഇതുപോലെ പെരുമാറുന്നത്? നിനക്കൊരു സ്വാതന്ത്ര്യം, കാര്യം ഒരു രണ്ട് പിള്ളേരൊക്കെ ഉണ്ടായെങ്കിലും ഇവർ തമ്മിലൊരു സൗഹൃദമോ അങ്ങനെ ഒരു സന്തോഷത്തോടെ ശരീരം കൊടുത്ത് കിട്ടിയ സമ്മാനമൊന്നുമല്ല. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ശാരീരിക ബന്ധത്തിന് വഴങ്ങി അതിൽ നിന്നും ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഇവരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കണ്ടിട്ടാണ് ഭർത്താവ് ഒരിക്കൽ ചോദിച്ചത്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞ് ഈ രണ്ട് സംഭവങ്ങളും അവരേറ്റു പറഞ്ഞു. ആ കൂടെ അവർ പറഞ്ഞൊരു കാര്യം, ഞാനൊരു വേശ്യ, എന്നെ എന്നാത്തിന് കൊള്ളാം. അങ്ങനെ കൂടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരവസ്ഥ. ഭർത്താവ് രണ്ടുപേരും കൂടെ വന്നൊരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭർത്താവ് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ്. കാരണം ഈ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് സൗഖ്യം വേണം, എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ കുറച്ചുകൂടെ സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇതുപോലത്തെ ചില തിക്താനുഭവങ്ങൾ, അതുമൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന വൈകൃതങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുമായി ബന്ധപ്പെടുത്തി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ആന്തരിക മുറിവ് അനാവശ്യമായ കുറ്റബോധം ജനിപ്പിക്കുന്നതാണ് എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആന്തരിക മുറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ചുറ്റുപാട് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. ആന്തരിക മുറിവേറ്റ വ്യക്തികൾ, ആന്തരിക മുറിവേറ്റതിൻ്റെ പേരിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ചില വൈകൃതങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്ന സംഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ആന്തരിക മുറിവ് കൊണ്ടാണ് ഞാൻ മാരകമായ പാപം ചെയ്തു പോയി എന്നൊക്കെ പറയേണ്ടി വരിക. അറിവില്ലായ്മ കൊണ്ടും അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ സൂചിപ്പിച്ച സ്ത്രീയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അവർ രണ്ട് സംഭവങ്ങൾ അവരെ ആഴമായി മുറിപ്പെടുത്തിയെങ്കിലും ശരിക്കും രണ്ട് സംഭവങ്ങളിലും അവർ പാപം ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ മാരകപാപത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗൗരവമുള്ള വിഷയമായിരിക്കണം. രണ്ടാമത്തേത്, പൂർണ്ണമായ അറിവോടെ ആയിരിക്കണം ആ ഒരു നിയമലംഘനം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സമ്മതത്തോടു കൂടി ആയിരിക്കണം, പൂർണ്ണമായ സമ്മതത്തോടു കൂടി ആയിരിക്കണം ആ ഒരു ലംഘനം വന്നിരിക്കുന്നത്. ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഇത് വല്ലതും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ വിഷയം ഗൗരവമുള്ളത് എന്ന് പറയാൻ പറ്റും. പക്ഷേ അവർക്കൊരറിവോ സമ്മതമോ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതില്ലാതെയുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് അവർ കടന്നുപോയത്. അതിൻ്റെ പേരിലാണ് അവർ ഇത്രമാത്രം വേദനിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ
ജീവിതയാത്രയിൽ മുറിവുകളുണ്ടാകും. ചിലത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്ന മുറിവുകളായിരിക്കും. വേറെ ചിലത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച മുറിവുകൾ. അങ്ങനെയുള്ള മുറിവുകളാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ളൊരു നന്മയുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതറിയാൻ ഒരു വചനഭാഗം എടുത്താൽ മതി. നമുക്ക് സുഭാഷിതങ്ങൾ 20:30 നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 30-ാമത്തെ വചനം. മുറിപ്പെടുത്തുന്ന താഠനകൾ ദുശീലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കും. കനത്ത അടി അത് മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. മുറിപ്പെടുത്തുന്ന താഠന, രണ്ടാമത്തേത് കനത്ത അടി. രണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല. ഇതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചിട്ട് മുറിവേറ്റ് മരണം വരെ ആ മുറിവായും നടന്ന വ്യക്തികളെ കാണാൻ പറ്റും. അതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഈ മുറിവുകൾ വേണമെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മുറിപ്പെടുത്തുന്ന താഠനകൾ ദുശീലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉപകരിക്കും. കനത്ത അടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും. 2 ദിനവൃത്താന്തം 15:4 വായിച്ചാൽ വലിയൊരു സന്ദേശമുണ്ട്. ഇസ്രായേൽ ജനം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തത്? അവർക്ക് ദുരിതങ്ങൾ, ക്ലേശങ്ങൾ വന്നപ്പോൾ അതവരെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. ക്ലേശങ്ങളും ദുരിതങ്ങളും വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോയ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വേണമെങ്കിൽ ഈ ദുരിതങ്ങൾ, ഈ മുറിവുകൾ നമ്മുടെ നന്മയ്ക്കായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് വചനഭാഗം നമ്മെ പഠിപ്പിക്കാം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, മുറിവ് സുഖപ്പെടുത്തുന്നവൻ കർത്താവാണ്. മുറിപ്പെടുത്തിയ വ്യക്തികളെ അവരുടെ പുറകെ നടന്നിട്ട് മുറിവുണങ്ങാൻ പോകുന്നില്ല. മുറിപ്പെടുത്തിയ വ്യക്തികളെക്കുറിച്ച് പരാതി പരിഭവം പറഞ്ഞിട്ട് മുറിവുണങ്ങാൻ പോകുന്നില്ല. മുറിവ് സുഖപ്പെടാൻ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയണം. ജെറമിയ 30-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ പക്കലേക്ക് തിരിയുക, നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ ഞാൻ സുഖപ്പെടുത്താം. മനുഷ്യരായിട്ട് ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം, കർത്താവ് സുഖപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കർത്താവിലേക്കാണ് തിരിയേണ്ടത്. യെശയ്യാ 30:20 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അഗ്നിയിലൂടെ നടക്കും, പക്ഷെ നിനക്ക് പൊള്ളലേൽക്കത്തില്ല. അതാ യെശയ്യാ 43-ന്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ. ഇതുപോലെ തന്നെ 30-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കുമ്പോഴാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. എപ്പോഴാണ്? നമുക്ക് കർത്താവിൽ നിന്ന് കഷ്ടതയുടെ അപ്പം ലഭിക്കുമ്പോൾ, ക്ലേശത്തിൻ്റെ പാനപാത്രം നമ്മൾ കുടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് നമ്മുടെ കാതുകളിൽ കേൾക്കാൻ പറ്റും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനാജനകമായ അനുഭവങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.